ഞാൻ അഡോണിയുടെ ടാലന്റ് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു തവണ അഡോണി ഒരു നമ്മുടെ മറ്റേ ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് പോലെ ഈ നിർത്താതെ വാക്കുകൾ ഇങ്ങനെ അനർക്കളും പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും എന്ന് പറയില്ലേ, അതേപോലെ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ? ചേട്ടൻ എന്തെങ്കിലും ഒരു വിഷയം പൊന്നു പോലത്തെ അമ്മുമ്മ. ഓർമ്മയുടെ അകത്തളങ്ങളിൽ ഹൃദയത്തിന്റെ അകമേ ചേർന്ന് നിൽക്കുന്ന ഒരു പദമുണ്ട്, പൊന്നുപോലെ ഒരു അമ്മൂമ്മ. ഓർമ്മയുടെ ഹൃദയഭാരം മുഴുവൻ ഒരായുസിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പൊന്നുമക്കളെ ഒരു പ്രാവ് തന്റെ കുഞ്ഞിനെ ചേർത്ത് വെച്ച് ചിറകോടടിച്ച് ചേർത്ത് വെക്കുന്നത് പോലെ ഹൃദയത്തിന്റെ എല്ലാ സ്നേഹങ്ങളും ഒരു ഇലയനക്കം പോലെ, ഒരു നേർത്ത മഴ പോലെ, ഒരു പേമാരി പോലെ എല്ലാ കടലിരമ്പങ്ങളും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പൊന്നു പോലത്തെ ഒരുപാട് തവണ പറഞ്ഞു. കളിച്ചു നോക്കിയതാ. പക്ഷെ അത് കലക്കരല്ല ഇങ്ങനെ വരണത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഒരു സെക്കൻഡില് പോലും ആലോചിക്കാതെ അത് ആ വിഷയം നമ്മൾ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ണീരൊന്നും വരാ ചുമ്മാ തുടങ്ങണം അഭിനയം കളിച്ചത്. ഒരു കണ്ണീര് പോലും വന്നില്ല. ഇല്ല കലക്കരായി കേട്ടാ, വേറെ ആർക്കും പറയണ്ട കേട്ടാ. ഓക്കെ. എന്റെ വല്യമ്മച്ചി മരിച്ചു പോയിട്ട് ഇപ്പോ 2018 മരിക്കുന്നത്. അപ്പോ ഞങ്ങൾ 2018 ഓഗസ്റ്റ് 17 രാത്രിയിൽ ഞങ്ങളുടെ അമ്മച്ചി ICUവിൽ കിടക്കുമ്പോൾ നേഴ്സ് വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ 4 പേരും ചെന്ന് ഞങ്ങൾ എല്ലാവരെയും മാറി മാറി നോക്കി സന്തോഷത്തോടെയാണ് കണ്ണടച്ചു പോകുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം അത് ആ അനുഗ്രഹത്തിന്റെ ബാക്കിയാണ്. ഫ്ലവേഴ്സിന്റെ വേദിയിലാണ് ആദ്യം ഒരു നിമിഷം അവതരിപ്പിക്കാനുള്ള അവസരം തന്നത്. അപ്പൊ നമ്മളോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും അമ്മമ്മ എന്ന് പറയുന്നത് വേറൊരു സംഭവമാണല്ലോ. ഈ എനിക്കറിയില്ല, എല്ലാവർക്കും ഇപ്പൊ ആ ഒരു അനുഭവം കിട്ടാറില്ല എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമാണ്. കാരണം ഇപ്പൊ ഈ ന്യൂക്ലിയർ ഫാമിലീസിൽ പലപ്പോഴും വെക്കേഷനിൽ കാണുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട് അമ്മൂമ്മമാര്. പക്ഷെ കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. അതൊരു അച്ഛൻ്റെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ? പപ്പയുടെ കരയുന്നത് കൂടുതലും അമ്മയാണെന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവര് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പപ്പയ്ക്കായിരിക്കും പറയാൻ പറ്റുക. കാരണം അമ്മച്ചി മരിക്കുന്ന ആ ദിവസം വരെ ഒരു നാള് പോലും ഞാൻ എന്റെ പപ്പായ അമ്മ അവരെ പിരിഞ്ഞ് കണ്ടിട്ടില്ല. എന്നാ ഞാൻ അങ്ങനെ കണ്ടാണ് വളർന്നത്, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ എന്താണ് കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു കഴിഞ്ഞ് നാളിതുവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചി പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതാണ് നമുക്ക് വലിയൊരു സന്തോഷം. പലപ്പോഴും മാറി ഫ്ലാറ്റുകളിലും ഒക്കെ നമ്മൾ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അത് സാധിക്കാറില്ല. ആരുടെയും കുറ്റോ ഒന്നുമല്ല. നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരെന്താണ്? വണ്ടൻ പതാൽ. ഞങ്ങള് കോട്ടയം ജില്ലയുടെ ബോർഡർ ആണ്. നമ്മള് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്റെ വീട് ഇരിക്കുന്ന വണ്ടൻ പതാൽ എന്നുള്ള. വണ്ടൻ പതാൽ സ്ഥലത്തിന്റെ പേര്? വണ്ടൻ പതാൽ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അച്ഛൻ വരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ മാത്രമല്ല നിൽക്കുന്ന, എന്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല, എന്റെ കുടുംബവും മാത്രമല്ല, നമ്മുടെ ഒപ്പം ഒരു നാടുണ്ട്. സത്യം. അത് നാടിനെ പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടൻ പതാൽ നിവാസികൾക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മൾ ഈ എപ്പിസോഡ് ഡെഡിക്കേറ്റ് ചെയ്തു. താങ്ക് യു.